നമസ്കാരം. ഇന്ന് മാർച്ച് 24 തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ദശമിയാണെന്ന്. ഇന്ന് സർവാർത്ഥ സിദ്ധിയോഗം രൂപം കൊള്ളുകയാണ്. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലമായി ശുഭകരമായ ധാരാളം അനുഭവങ്ങൾ ഇന്നേ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭമാവുകയാണ്, അല്ലെങ്കിൽ ആരംഭം കുറിക്കാൻ പോവുകയാണ്. വരുന്ന മാർച്ച് 29 മഹാശനിമാറ്റം വരാനിരിക്കെ അത് വളരെയധികം മാറ്റത്തെ പ്രദാനം ചെയ്യുന്നതിന് മുന്നോടിയായി ഇന്നു മുതൽ തന്നെ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചാൽ, തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. അതായത് മുട്ടാത്ത വാതിലുകളില്ല, വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം വരെയും അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള ആ ഒരു സമയവും നിങ്ങൾ അങ്ങനെ ഒരു കാലത്തിലായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ മാറ്റം സംഭവിക്കുകയാണ്. മാർച്ച് 29 മുന്നോടിയായുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. 24 ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 29 തീയതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എത്താൻ പോകുമ്പോൾ വളരെയധികം ഭാഗ്യം, ധനയോഗം ഇതൊക്കെയും നിങ്ങളെ കാത്തിരിക്കുകയാണ്. മാർച്ച് 29 മഹാശനിമാറ്റം, സൂര്യഗ്രഹണം, ചൈത്ര അമാവാസി ഇതൊക്കെയും വന്നിരിക്കുന്ന ഈ ഒരു വേളയിൽ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് തന്നെ ലഭിക്കാൻ പോവുകയാണ്. ശനി കുംഭം രാശി വിട്ട് മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ ഫലമായി നിങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും, അതായത് തടസ്സങ്ങൾ, വിവാഹ തടസ്സം, ജോലിക്ക് ചെന്നാൽ അവിടെ തടസ്സം, ആരോഗ്യപരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് പക്ഷേ ശരീരത്തിൽ പിടിക്കുന്നില്ല, അതായത് മരുന്നുകളൊന്നും അങ്ങോട്ട് ഏൽക്കാത്ത അവസ്ഥ. എന്ത് മരുന്ന് കഴിച്ചാലും ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, എന്നിട്ടും ഫലമില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറിൻ്റെ മരുന്ന് കൊണ്ട് കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്നു. അതായത് നമ്മൾക്കിപ്പോൾ എന്ത് കഴിച്ചാലും ശരീരത്തിൽ അത് പിടിക്കില്ല. ആ ടെൻഷൻ കാരണം മനസ്സിന് വരെ ആകെ ഒരു മന്ദത, എന്താണ് മുന്നോട്ട്, എന്തൊരു അസുഖമാണിതെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥ, അല്ലെങ്കിൽ മനസ്സിലായാലും അത് കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ, ഇതൊക്കെയും നിങ്ങളെ വിട്ടുമാറുന്നത്. അതാണ് പറഞ്ഞത്, നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള പ്രതിസന്ധികൾക്ക് മാറ്റം സംഭവിക്കാൻ പോകണം. ഇന്ന് സൂര്യോദയം മുതൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, ആരംഭമാകാൻ പോവുകയാണ്. സൂര്യോദയം കഴിഞ്ഞ് അടുത്ത നിമിഷം തൊട്ട് ഉണ്ടാകുമെന്നല്ല, പടിപടിയായി ഉണ്ടാവുകയാണ്. മാർച്ച് 29 ശേഷമുള്ള സമയങ്ങൾ അത് പൂർണ്ണഭാവത്തിലെത്തുകയും വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതുമാണ്. ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും, ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ഉത്തമ ജോലി കിട്ടും. ഇനി ജോലിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. അത് വ്യക്തികൾപരമായുള്ള പ്രശ്നമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാതെയുള്ള പ്രശ്നങ്ങളാകും. പ്രശ്നങ്ങളൊക്കെയും നീങ്ങുന്നതാണ്. ചിലപ്പോൾ ജോലി സഹപ്രവർത്തകരുമായിട്ടുള്ള വഴക്കോ ചാച്ചികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് മാറി, നിങ്ങൾ കർമ്മം എവിടെയാണോ ചെയ്യുന്നത് ആ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം കൂടി ഉണ്ടായി വരുന്ന ഒരവസരം കൂടിയാണ്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇന്നു മുതൽ ധനയോഗം, കടങ്ങൾ തീരാനുള്ള ഭാഗ്യം എന്നിവ തെളിയുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. കാർത്തിക, രോഹിണി, മകയിരം ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ ജോലികളും ഒരു ഭാരമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്തെടുത്ത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിത് വയ്യ എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂസിനൊക്കെ പോകാൻ നല്ല ഊർജിതമായി നിൽക്കും. പക്ഷേ ഇൻ്റർവ്യൂ വരുന്ന ദിവസമാകുമ്പോൾ എന്തെങ്കിലും മടി പറഞ്ഞ് അതിൽ നിന്ന് മാറുകയും ചെയ്യും. കാരണം പേടിയാണ്, ഇത് ജോലി എന്നെക്കൊണ്ട് പറ്റും, മറ്റുള്ളവർക്കൊക്കെ പറ്റും, എനിക്കതൊന്നും അറിയത്തില്ലല്ലോ. നമ്മളങ്ങനെ ആരും എല്ലാം അറിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നവരല്ല. നമ്മുടെ സാഹചര്യങ്ങൾ അതനുസരിച്ച് നമ്മളെല്ലാവരും, ഒരു മനുഷ്യനെന്നില്ല, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. പിന്നെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നില്ല. കാരണം എന്താ, തടസ്സമായിരുന്നു. ആ തടസ്സം ഇവിടെ മാറാൻ പോവുകയാണ്. പുതിയ അവസരങ്ങൾ ഇനി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ജീവിതം പോയി, ഇനി എനിക്ക് എന്ത് ജീവിതം എന്ന് നിങ്ങൾ ഇനി ചിന്തിക്കരുത്. കാരണം ഇനി അവസരങ്ങൾ, ഇനിയാണ് നിങ്ങളുടെ സമയമെന്ന് ചിന്തിച്ച് മുന്നോട്ട് ഇറങ്ങിക്കൊള്ളുക. ഈ ഇടവം രാശിയിലുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം ഇവിടെ തെളിയുകയാണ്. അതായത് ചില ആളുകളുണ്ട് ജോലി ലഭിക്കുന്നുണ്ട്, പക്ഷേ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാത്തതുകൊണ്ട് ഈ കിട്ടിയ ജോലിക്കൊന്നും പോകാതിരിക്കുന്നവരുണ്ട്. ചില ആളുകൾക്ക് ആർമിയിൽ പോകാനായിരിക്കും ഇഷ്ടം. അവർക്ക് വേറെ പല ഓഫേഴ്സ് വന്നാലും അതൊന്നും അവർ നോക്കില്ല, അവർക്ക് ആർമിയിൽ കിട്ടണമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾക്ക് നമ്മുടെ വരുന്ന ഒരു ഭാഗ്യത്തെ കൂടിയായിരിക്കും നമ്മൾ അതിലൂടെ നിരസിക്കുന്നത്. അപ്പോൾ
നിങ്ങൾ അവനവൻ്റെ ജോലി ബുദ്ധിപൂർവ്വം നിങ്ങൾ സെലക്ട് ചെയ്യാനും കൂടി ശ്രമിക്കണം. ഇനി ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ധാരാളമായി ലഭിക്കാൻ പോവുകയാണ്. അവസരങ്ങൾ നഷ്ടപ്പെട്ടു, ജീവിതം പോയി, നഷ്ടമായി എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. അവസരങ്ങൾ വരാൻ പോവുകയാണ്, നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാരയൊക്കെ കഴിപ്പിച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. വളരെ നേട്ടമാണ്, ഭാഗ്യമാണ്. മകയിരം, തിരുവാതിര, പുണർദം, മിഥുനം രാശിക്കാർക്കും അനുകൂല ദിവസങ്ങളാണ് ആരംഭമാകുന്നത്. ഭാഗ്യം അനുഭവത്തിൽ വരും, അല്ലെങ്കിൽ അനുഗ്രഹ സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കർമ്മമേഖലയിൽ നേട്ടങ്ങളുണ്ടാകും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ പരിചയപ്പെടാനും ആ പരിചയത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല മാർഗങ്ങളും തുറന്ന് കിട്ടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ അല്പം പ്രശ്നങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഭൂമി സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് കുടുംബത്തിലെ സഹോദരന്മാരുമായിട്ടോ അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടോ ആരുമായിട്ടാണെങ്കിലും ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്കൊക്കെയും പരിഹാരമുണ്ടാവുകയും ആ തർക്കങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രശസ്തി, അംഗീകാരം, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന് ഒരു തുണ നിങ്ങൾക്കുണ്ടാകും. ഇനി ഭാഗ്യം ഇല്ല, നിർഭാഗ്യമാണ് അല്ലെങ്കിൽ ദോഷമാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഏത് കാര്യം ചെയ്താലും ഭാഗ്യത്തിൻ്റെ പിന്തുണയുള്ളതിനാൽ തന്നെ വിജയം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി ജോലി മേഖലയിൽ സഹപ്രവർത്തകരുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അവരുടെ ഒരു പിന്തുണ കൂടി ഈ ജോലി കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പിതാവിൻ്റെയും പിതൃ കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. ഇനി സന്തോഷമാണ്, സമാധാനമാണ്. അപ്പോൾ നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാവുകയും നമ്മൾക്ക് സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ്. നിലവിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നൽകുന്നത്. അപ്പോൾ ആ വസ്തു ഇപ്പോൾ വിൽക്കണമായിരിക്കും, അപ്പോൾ അത് വിൽക്കാൻ പറ്റാതെ വഴിത്തർക്കം, അങ്ങനെയൊക്കെ പലതുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി തർക്കം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. മോചനം ഭവിക്കാൻ പോവുകയാണ്. മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്കും സന്തോഷകരമായ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ലോട്ടറി ഭാഗ്യങ്ങൾ, ചെറിയ തുകയാണെങ്കിൽ പോലും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ കാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആത്മവിശ്വാസം വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്ന സമയമാണ്. കലാപരമായിട്ടുള്ള സൃഷ്ടികൾ അല്ലെങ്കിൽ കലാപരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ്. പല വിധത്തിൽ നേട്ടങ്ങൾ, അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ പോവുകയാണ്. വിദേശത്ത് നിന്ന് ചില ജോലിക്കുള്ള ഓഫറുകൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ചില നേട്ടങ്ങളൊക്കെ വരാനുള്ള സമയം കൂടി തെളിഞ്ഞിട്ടുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇത് സർക്കാർ ജോലി ലഭിക്കാനുള്ള സമയമാണ് ഇന്നത്തെ ദിവസം മുതൽ ആരംഭിച്ചിരിക്കുന്നത്. പങ്കാളിയുമായി സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബ ബന്ധത്തിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥയൊക്കെ മാറി സന്തോഷകരമായ ജീവിതം ഉണ്ടാവുകയാണ്. ശത്രുക്കൾ എത്ര ശ്രമിച്ചാലും ഇനി നിങ്ങളുടെ ജീവിതത്തിന് നാശം വരുത്താനോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കുവാനോ അവർക്ക് സാധിക്കുകയുമില്ല. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും സന്തോഷകരമായ ദിവസങ്ങൾക്കാണ് ആരംഭമായിരിക്കുന്നത്. ബിസിനസ് സംരംഭകർ, അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ ഒരു പഴയ അതായത് ഒരുപാട് കാലമായി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം വൈകാതെ തന്നെ സഫലമാകും. അത് ചിലപ്പോൾ ഒരുപാട് മുമ്പേ ഉള്ള സുഹൃത്തുക്കളെ നഷ്ടമായി, അല്ലെങ്കിൽ അവരെ നമ്മൾക്ക് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവസരമുണ്ടായില്ല, അവരുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റ് വെക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും നിനക്കാതെ അവരുടെ ഒരു കോള് വരാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ മനസ്സിനെ ആഗ്രഹം കൊണ്ട് മൂടി ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഈ ആഗ്രഹം നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ആഗ്രഹം ഉടൻ തന്നെ സഫലമാകാൻ പോവുകയാണ്. പങ്കാളിത്ത ബിസിനസ്, അതായത് മറ്റൊരാളുമായി ചേർന്ന് കൊണ്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ്. പാർട്ട്ണർഷിപ്പിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ പദ്ധതികളാക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് ആരംഭം കുറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ വരുന്നുണ്ട്. ആ പദ്ധതി ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, അത് പ്രൊസീഡ് ചെയ്തോളൂ. നല്ല സമയമായതിനാൽ അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. വിവാഹിതരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളില്ല എന്നുള്ള ആ ഒരു വിഷമമൊക്കെ മാറി സന്താന യോഗം കൂടി തെളിയുന്നുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിയിൽ വരുന്ന ആളുകൾക്കും നിങ്ങൾ ഇന്നു മുതലുള്ള സമയം ഒരു ഊർജ്ജസ്വലത നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ
എന്നാൽ അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കോളൂ. നല്ല സമയം എത്തിയതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇന്നലെ വരെ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയല്ല നിങ്ങൾക്ക് ഇന്ന് മുതൽ. അതായത് ഒരു മനസ്സിനൊരു പോസിറ്റിവിറ്റി തോന്നിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കുന്നതാണ്. ജോലി, കുടുംബം, സാമൂഹികപരമായുള്ള ബന്ധങ്ങൾ എല്ലാത്തിലും നിങ്ങൾക്ക് വളരെയധികം നീതി പുലർത്താനും മുന്നോട്ട് സന്തോഷത്തോടെ പോകാനും സാധിക്കുന്നതാണ്. വരുമാനം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താളപ്പിഴ ഇടയ്ക്ക് സംഭവിച്ചു, നല്ലൊരു അഡ്വൈസ് തരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കരപിടിക്കാൻ അല്ലെങ്കിൽ പച്ച പിടിപ്പിക്കുന്ന രീതിയിൽ അറിവുകൾ പകർന്നു തരാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും ചിലപ്പോൾ അയാളെ കാണില്ല, അല്ലെങ്കിൽ എനിക്കൊരു അഡ്വൈസ് തരാൻ ആരുമില്ല എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഉപദേശകനായി ഒരാൾ നിങ്ങളെ സമീപിക്കുന്നതും അതുവഴി നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതുമാണ്. ഈ ടെക്നോ പാർക്കിലൊക്കെ IT മേഖലയുമായി ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്കൊക്കെ ഇന്ന് വളരെ ഒരു റിലാക്സേഷൻ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ടാകും. കാരണം വളരെ നല്ല സമയം 29-ാം തീയതി കൂടി വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ ദിനങ്ങൾ ഒരു മാറ്റത്തിൻ്റെ തന്നെ തുടക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. ബിസിനസ് യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് വിജയകരമായിരിക്കും. വിജയകരമായ രീതിയിലുള്ള 1-2 പ്രോജക്റ്റ് കൂടി നിങ്ങളെ തേടിയെത്താനുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം മസ്റ്റായിട്ട് നടത്തണം. നിങ്ങളുടെ സ്ഥലത്ത് ഒരു ഗണപതി ക്ഷേത്രം ഇല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഇപ്പോൾ അന്യദേശത്ത് അല്ലെങ്കിൽ അല്ല സ്റ്റേറ്റ് വിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെയൊക്കെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ചെന്ന് നമ്മൾ പ്രോജക്റ്റൊക്കെ സൈൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സമയങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം മസ്റ്റായിട്ട് നടത്തുക. അവിടെ ഗണപതിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക. ഒന്നും സമർപ്പിക്കാൻ കിട്ടിയില്ലെങ്കിൽ 1 രൂപ നാണയം അല്ലെങ്കിൽ 11 രൂപ നാണയമെങ്കിലും തലയ്ക്കൊഴിഞ്ഞ് ആ വഞ്ചിയിൽ സമർപ്പിക്കുക. പിന്നെ തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ സ്ഥലദൈവത്തിന് എന്താണെന്ന് വെച്ചാൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യുക. ഏത് കാര്യത്തിനാണോ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടത് അതൊരു മുടക്കവും കൂടാതെ സാധിക്കുമെന്നത് കൂടാതെ ആ പ്രവൃത്തി കൃത്യതയോടുകൂടി അല്ലെങ്കിൽ ആ പ്രവൃത്തി വളരെ വൃത്തിയായി നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടായെടുക്കാനും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.